ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സംസാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് കാണാം മതമൈത്രിയുടെ സന്ദേശമെന്ന്. പക്ഷേ സുരേഷ് ഗോപി വീട്ടിൽ ലൈറ്റിട്ടത് കൊണ്ട് മതമൈത്രിയാവില്ല. സുരേഷ് ഗോപിയുടെ ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടത്. എന്നാൽ മാത്രമാണ് മതമൈത്രി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇത്രയും കാഴ്ചയുള്ള കണ്ണാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് സുരേഷ് ഗോപിക്ക്. പട്ടാപ്പകൽ ഇത്ര വലിയ അക്രമം നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ട് അതൊക്കെ കൗൺസിലറിൻ്റെ പാർട്ടിക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ വളരെ സഹതാപം തോന്നുകയാണ്. അപ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കട്ടെ, ആർക്കും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കട്ടെ. ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ പ്രാർത്ഥന അതാണ്. അതോടൊപ്പം തന്നെ വീട്ടിൽ ലൈറ്റ് തെളിയിക്കുന്നതിനൊപ്പം ഹൃദയത്തിൽ കൂടെ ലൈറ്റ് തെളിയിക്കാൻ ബഹുമാന്യനായ തൃശ്ശൂർ MP സുരേഷ് ഗോപി തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ ആദ്യമേ പറയാനുള്ളത്. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഏവരും കാത്തിരിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. അതിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ഇവിടെ ഞങ്ങളുടെ നടപടിക്രമങ്ങൾ ഏറെ നേരം വൈകി എന്നുള്ള വലിയ വിമർശനം മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുകയുണ്ടായി. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത് എന്നുള്ള വലിയ വാർത്ത മാധ്യമങ്ങൾ വരികയുണ്ട്. സത്യത്തെ കണ്ണടച്ച് കാണുന്നത് ശരിയല്ല. ഞങ്ങൾക്കുള്ള നിർദ്ദേശപ്രകാരം സ്വയറിംഗ് സെറിമണി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ പ്രൊസീഡിങ്സ് ആരംഭിച്ചത്. 21-ാം തീയതി ആയിരുന്നു സ്വയറിംഗ്. 21-ന് ഈവനിങ്ങിനെ കോർ കമ്മിറ്റി മീറ്റിംഗ് ചേർന്നു. 22-ന് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നു. അതിനിടയിൽ വ്യക്തിപരമായി കൗൺസിലേഴ്സായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23-ാം തീയതി വീണ്ടും കോർ കമ്മിറ്റി യോഗം ചേർന്നു. ഇന്നലെ 24-ആണ്. ഇന്നലെ അതിൻ്റെ എല്ലാം റിപ്പോർട്ട് സഹിതം ബഹുമാനപ്പെട്ട KPCC നേതാക്കന്മാരായി സംസാരിച്ചു. ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും.